സ്ലം ടെസ്റ്റ് അല്ലേ? അതാണ് ഫസ്റ്റ് ആൻസർ വരുന്നത്. അതുപോലെ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദി ബ്രിക്ക് എർത്ത് ഈസ്? ബ്രിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഏതാ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് ഏതാ? ലൈം. അടുത്ത എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ഗ്രേഡ്സ്. എത്ര ഗ്രേഡ്സിൽ സിമെൻറ്റ് ഉണ്ട്? 3 ഗ്രേഡ്സ് അല്ലേ? 33, 43 ആൻഡ് 53. ഓപ്ഷൻ 3 ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 3 ആണ്. 3 ആയിരിക്കും. സിമ്പിൾ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻസിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങൾ. ഇപ്പോൾ ഈ 3 നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻസിൽ നിന്നാണ്. അടുത്ത നോക്കിയാൽ സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ദി പ്രോസസ് ഓഫ്. എന്താ സീസണിങ് ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ നോക്കാം കേട്ടോ. റിമൂവിങ് വാട്ടർ, ബേണിംഗ് ടിമ്പർ, ആഡിങ് പ്രിസർവേഷൻസ്, ആഡിങ് വാട്ടർ. എന്തായിരിക്കും സീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബേണിങ് ചെയ്യാന്ന് വെച്ചാൽ കത്തിക്കലാണ്, അതല്ലല്ലോ. എന്താണ്? റിമൂവിങ് വാട്ടർ. സീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടിമ്പറിലെ വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സീസണിങ്. ക്ലിയർ അല്ലേ? ആൻസർ ശരിക്കും എഴുതിക്കൂടെ? അടുത്തത് എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പെയിൻറ്റ്. പെയിൻറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കണം. ഇനാമൽ പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ്, അലുമിനിയം പെയിൻറ്റ്, സെറാമിക് പെയിൻറ്റ്. ഏതായിരിക്കും? ഏതാ പെയിൻറ്റ്? കേൾക്കാത്ത പെയിൻറ്റ് ഏതാ? സെറാമിക് പെയിൻറ്റ്. ബാക്കി എല്ലാതും നമ്മൾ ടൈപ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തൊന്ന് നോക്കിയേ. ബോട്ടം മോസ്റ്റ് പാർട്ട് ഓഫ് എ ബിൽഡിംഗ് ഈസ് ഡാഷ്. ഏറ്റവും ബോട്ടം മോസ്റ്റ് പോർഷൻ ഏതാണ്? അതായത് ബോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള പോർഷൻ ഏതായിരിക്കും? ബേസ്മെൻറ്റ്, സൂപ്പർ സ്ട്രക്ചർ, ഫ്ലോർ, ഫൗണ്ടേഷൻ. ഏതായിരിക്കും? ഫൗണ്ടേഷൻ. ഇപ്പം തന്നെ 6 മാർക്ക് നമുക്ക് കിട്ടും. അടുത്തൊന്ന് നോക്കിയേ. ദി പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് വിൻഡോ ഇൻ എ ബിൽഡിംഗ് ഈസ്. ഇന്നലെ പഠിച്ചതാണേ. വിൻഡോ എന്തിനാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, ടു സർക്കുലേറ്റ് എയർ. രണ്ടാമത്തെ ആക്സസ് ടു റൂംസ്. മൂന്നാമത്തെ ഗെറ്റിംഗ് നാച്ചുറൽ ലൈറ്റ്. ഡി നോക്കുക, ബോത്ത് എ ആൻഡ് സി. ഏതായിരിക്കും വരിക? നമുക്ക് എന്ത് വേണം? ടു സർക്കുലേറ്റ് എയറും വേണം, ഗെറ്റിംഗ് നാച്ചുറൽ ലൈറ്റും വേണം. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷനിൽ എഴുതണ്ടേ? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി കേട്ടോ. രണ്ടും വേണം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഡിയിൽ. കണ്ടോ? നോക്കിയേ, ബോത്ത് എ ആൻഡ് സി. ആ, രണ്ടും വേണം. ഇന്നലെ എടുത്തതാണ്. നമുക്ക് വിൻഡോ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ്? എയറും വേണം, ലൈറ്റും വേണം, വിസിബിലിറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പം ഇതിലെ ഏത് ഓപ്ഷൻ ആയിരിക്കും ആപ്റ്റ്? ബോത്ത് എ ആൻഡ് സി. ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? എന്താ സ്പീഡ് കുറയ്ക്കണോ? ആ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ബ്രിക്ക് ബോണ്ട് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ്. ഇത് നമ്മൾ എടുക്കാത്ത പോർഷനിലാണ്. എന്താണ്? ഏത് ബോണ്ടാണ് അല്ലെങ്കിൽ മേസൺറി വർക്ക് ചെയ്യുമ്പോൾ ഏത് ബോണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷനിലാണ് കേട്ടോ. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. റാറ്റ് ട്രാപ്പ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഡച്ച് ബോണ്ട്. ഏതൊക്കെ ബോണ്ട് വേണമെങ്കിലും തന്നോട്ടെ, ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ബോണ്ട് എപ്പോഴും എന്താണ്? ഇംഗ്ലീഷ് ബോണ്ടാണ് കേട്ടോ. എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട്. ഏത് ബോണ്ടാ? ഇംഗ്ലീഷ് ബോണ്ടിൽ ബ്രിക്ക് മേസൺറി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുക. നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. നോക്കാം. ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഈസ് നോൺ ആസ്. ഒരു സോയിലിൻ്റെ ലോഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റീനെ പറയുന്ന പേരെന്താണെന്നുള്ളത് അതും നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. ഒന്നാമത്തെയാണ് ബെയറിംഗ് കപ്പാസിറ്റി, ഷിയറിംഗ് സ്ട്രെങ്ത്, പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി. എന്തായിരിക്കും? ബെയറിംഗ് കപ്പാസിറ്റി. എന്തായിരിക്കും വരിക? ബെയറിംഗ് കപ്പാസിറ്റി. അതായത് ഒരു സോയിലിന് സ്ട്രക്ചറിൽ നിന്നുള്ള അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നുള്ള ലോഡ് ബെയർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റീനെയാണ് നമ്മൾ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. അടുത്തത് നോക്കി. അടുത്തത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അഗ്രിഗേറ്റ് സൈസ് ഗ്രേറ്റർ ദാൻ 4.75 mm ഈസ് ജനറലി ടേംഡ് ആസ്. അഗ്രിഗേറ്റ് അതായത് മെറ്റൽസ് ഇല്ലേ,
കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റൽ, അതിനെയാണ് അഗ്രിഗേറ്റ് എന്ന് പറയുക. അഗ്രിഗേറ്റിൻ്റെ സൈസ് 4.75 mm മുകളിലാണെങ്കിൽ അത് ഏത് ടൈപ്പ് അഗ്രിഗേറ്റ് ആയിരിക്കും? ഫൈൻ അഗ്രിഗേറ്റ്, ഓൾ ഇൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ആൻഡ് ഡസ്റ്റ്. ഏതായിരിക്കും? കോസ് അഗ്രിഗേറ്റ്. 4.75 mm മുകളിലാണെങ്കിൽ, അതായത് ഇതെങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സീവില്ലേ, സീവ് അരിപ്പ, അതായത് 4.75 mm ആയിരിക്കും അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കുക, ആ സീവിൻ്റെ, അതായത് അരിപ്പയുടെ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കുക 4.7 mm. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ്, അതിന് താഴെയാണ് അതിൻ്റെ സൈസ്. അത് പോവാതെ അരിപ്പയിൽ തങ്ങി നിന്നാൽ അതിന് മുകളിലാണ് അതിൻ്റെ സൈസ്. അങ്ങനെയല്ലേ വരിക? അല്ല, അങ്ങനെയല്ലേ വരിക? അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് നോക്കുക സൈസ് എത്രയാണെന്ന്. അല്ലാതെ നമുക്ക് നോക്കാൻ വേറെ വഴിയില്ല. എടുത്തു നോക്കാൻ പറ്റും ഓരോ കല്ലും. നമ്മൾ സീവിലിട്ടിട്ടാണ് നോക്കുക. അപ്പോൾ അതിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 4.75 mm മുകളിലാണെങ്കിൽ കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുക. അതിന് താഴെയാണെങ്കിൽ നമ്മൾ പറയും ഫൈൻ അഗ്രിഗേറ്റ് കേട്ടോ. അടുത്ത നോക്കുക. വെർട്ടിക്കൽ പോർഷൻ ബിറ്റ്വീൻ ഈച്ച് ത്രെഡ് ഓൺ ദി സ്റ്റെയർ ഈസ് കോൾഡ്. സ്റ്റെയറിൽ പഠിക്കാനുള്ളതാണ്. സ്റ്റെയറിൻ്റെ പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല. എന്താണ്? നോസിങ്, ബാലിസ്റ്റേഴ്സ്, ലാൻഡിങ്, റൈസർ. എന്തായിരിക്കും? റൈസറാണ്. അതായത് രണ്ട് ത്രെഡിൻ്റെ തമ്മിലിടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുക. ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടണ പോർഷൻ, മനസ്സിലായോ? നമ്മൾ ചവിട്ടി കയറുന്ന പോർഷനാണ് ത്രെഡ് എന്ന് പറയുക. ആ രണ്ട് ത്രെഡിൻ്റെയും ഇടയിൽ വരുന്ന വെർട്ടിക്കൽ പോർഷനെയാണ് എന്ത് പറയുക? റൈസർ എന്ന് പറയുക. റൈസറിൻ്റെ ലിമിറ്റ് എത്രയാണ് നമ്മൾ കൊടുക്കുക? നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരല്ലേ, എത്രയാണ് കൊടുക്കുക ഹൈറ്റ് ഓരോ സ്റ്റെപ്പിൻ്റെയും? എത്ര വരെ കൊടുക്കും? 150 to 175. 50 to 175. 150 to 175. അതന്നെയാണ് കറക്റ്റ്. അതായത് അതിൻ്റെ റേഞ്ച് എന്ന് പറയണത് 15 സെൻറ്റിമീറ്റർ ടു 17.5 സെൻറ്റിമീറ്റർ വരെയാണ്. അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല. അതിൽ കൂടുതലായ എന്താ പ്രശ്നം? നമുക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ട് വരും. നമുക്ക് ഫിസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും ആ സ്റ്റെപ്പുകൾ കയറാനായിട്ട്. ഇങ്ങനെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഒന്നാമത്തെ കാര്യം സ്റ്റെപ്പുകളുടെ എണ്ണം കുറയും. അപ്പോൾ നമ്മൾ ആ ഹൈറ്റിൽ കയറാനായിട്ട് സ്റ്റെപ്പുകൾ കുറയുമ്പോൾ എന്താ പ്രത്യേകത? അതിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഫിസിക്കലി നമ്മൾ എന്ത് പറ്റും? ഡൗൺ ആയിപ്പോവും. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ടു 17.5 സെൻറ്റിമീറ്റർ വരെയാണ് കൊടുക്കുക. നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് എത്രയാണ് കൊടുക്കുക? 15 to 17 ചെയ്യും. അതിലൊരു സ്റ്റെപ്പിന് ഹൈറ്റ് കൂടുതൽ വരില്ലേ? അതോ എല്ലാത്തിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കോ? ഫസ്റ്റ് സ്റ്റെപ്പ് കൂട്ടി പണി. അതല്ലാത്തതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പിന് കൂടുതൽ വേണ്ടി വരും. ചിലവർ അത് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ലാൻഡിങ്ങിലേക്ക് ആ ഹൈറ്റ് കൂട്ടി കൊടുക്കണ കണ്ടിട്ടുണ്ട്. താഴെയാണ് കൊടുക്കേണ്ടത്. അതാണ് ഞാൻ പറയാൻ വന്നത്. പെട്ടെന്ന് വീണ് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മൾ മുകളിൽ നിന്ന് വീഴുമ്പോൾ വീഴ്ചയുടെ ആഘാതം കൂടും. മനസ്സിലായി? അപ്പൊ ഒരിക്കലും മുകളിൽ വെക്കരുത്. സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് താഴത്തുള്ളതിൽ 10 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഫ്ലോർ ഫിനിഷ് വരുന്നത്. മറ്റുള്ള റൈസറിലെല്ലാം വരുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഗ്രൗണ്ടിലുള്ളതിന് 10 സെന്റിമീറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബിൽഡിങ്ങിൽ ഇതുപോലെ പോയപ്പോൾ ഏതൊരു
റെസ്റ്റോറൻറ്റിൽ എവിടെയാണ് പോയ സമയത്ത് ഏറ്റവും, അതായത് ലാൻഡിങ്ങിലേക്ക്, അതായത് ഫ്ലോറിലത്തെ ലാൻഡിങ്ങിലേക്ക് കൂടുതൽ കൊടുത്തിരിക്കണു. ആ സമയത്ത് എങ്ങാനും നമ്മൾ കാല് തെറ്റി വീഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സ്ട്രക്ചറിലുള്ള സ്ട്രക്ചർ ഡിസൈൻ ചെയ്തേക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, തെറ്റാണ്. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. സ്റ്റെപ്പ് ശരിക്കും മോളിൽ നിന്ന് വരച്ചിറങ്ങുമ്പോൾ അങ്ങനെ പറ്റാറില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. അതുകൂടാതെ മാം അതല്ലാണ്ട് വേറൊന്നുണ്ട്. നമ്മളെ ഗ്രൗണ്ടില് ഫസ്റ്റില് ഫിനിഷിംഗ് ഫ്ലോർ കൊടുക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതുകൂടാതെ നമ്മൾ ട്രെഡിൽ കൊടുക്കുന്ന ഫിനിഷിംഗ് ഒക്കെ 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ഉള്ള സ്റ്റെപ്പില് ഒരു 5 സെന്റിമീറ്റർ കൂട്ടി കൊടുക്കും. അതാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എന്താണ്, റൈസറിനെ കുറിച്ചാണല്ലേ പറഞ്ഞേ. റൈസർ 15 സെന്റി, അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. എത്രത്തോളം ആണ് അതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് ചോദിക്കാം. എന്താ, 15 to 17.5 അല്ല, അവർ ചോദിക്കുക ചിലപ്പോ മിനിമം മാക്സിമം ആയിരിക്കും ചോദിക്കുക. റേഞ്ച് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നമ്മൾ ചിലപ്പോൾ മാക്സിമം എത്ര വരെ കൊടുക്കാന്നായിരിക്കും ചോദിക്കുക. 15 മുതൽ 17 വരെ പറഞ്ഞാൽ മതിയല്ലോ. അതിലുണ്ടാവും, ഓപ്ഷനിലുണ്ടാവും കറക്റ്റ് ആയിട്ട്, അത് കൊടുക്കാം. അടുത്ത നോക്കാം. എന്താ, 17.5 ആണ്. അടുത്ത നോക്കാം. ടെമ്പററി മോൾഡ് ടു ഹോൾഡ് ഫ്രഷ് കോൺക്രീറ്റ് ഈസ് ഡാഷ്. ഫ്രഷ് കോൺക്രീറ്റിനെ മോൾഡായിട്ട് യൂസ് ചെയ്യണത് എന്താണെന്ന്, അതായത് ഫ്രഷ് കോൺക്രീറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്താ? സ്കഫോൾഡിങ്, ഷോറിങ്, ഫോം വർക്ക്, അണ്ടർ പിന്നിങ്. എന്തായിരിക്കും? അല്ല, ഫോം വർക്കാണ്. ഫോം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ തട്ടടിക്കുന്നതിനെയാണ് ഫോം വർക്ക് എന്ന് പറയാ. സ്കഫോൾഡിങ് എന്താ? അല്ല, സ്കഫോൾഡിങ് എന്താ? സ്കഫോൾഡിങ് ഒരു ടെമ്പററി സ്ട്രക്ചർ നമ്മൾ കയറി നിൽക്കാൻ വേണ്ടി പണിയുന്നതാണ്. മനസ്സിലായോ? അതായത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ, പെയിൻറ്റിങ് ചെയ്യാൻ, അഡീഷണൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റീൽ ട്യൂബ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് സ്കഫോൾഡിങ്. ആദ്യമൊക്കെ മരത്തിൻ്റെ മുളയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് സ്കഫോൾഡിങ് എന്ന്? തേക്കാനൊക്കെ ആയിട്ട് ബംഗാളികൾ കയറി നിൽക്കാനൊക്കെ ആയിട്ട്. എന്താ എന്താ സ്കഫോൾഡിങ് എന്നിട്ട് പറയണ്ടേ? നിലകെട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് മെയിൻ ചെയ്യാൻ, പ്ലാസ്റ്ററിങ് ചെയ്യാൻ, തേപ്പ് പണിക്ക് വേണ്ടി ചെയ്യും. എത്താണ്ടാകുമ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് അതിൽ കൂടുതൽ സ്റ്റോറേജ് ബിൽഡിങ്സ് വരുമ്പോൾ എന്തായാലും സ്കഫോൾഡിങ് ആവശ്യമാണ്. അതുപോലെ പെയിൻറ്റിങ് ചെയ്യാൻ ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ ഷോറിങ് എന്താ? ഷോറിങ് കേട്ടിട്ടുണ്ടോ? ഷോറിങ് എന്ന് വെച്ച് കഴിഞ്ഞാലേ പഠിക്കാനുണ്ട് കേട്ടോ, ഇപ്പോൾ റഫായിട്ട് പറഞ്ഞു തരാണ്. ഷോറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീട്ടിലെ വാഴയുണ്ട്, വാഴ കൊലച്ചിട്ട് നമ്മളിങ്ങനെ വീഴാറായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു താങ്ങ് പോലെ കൊടുക്കൂലേ, അതിനെയാണ് ഷോറിങ് എന്ന് പറയുക. അപ്പോൾ ഈ പഴയ ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ ചിലപ്പോൾ വീഴാറായിട്ട് ഇങ്ങനെ ചെരിവ് പോലെ വന്നിട്ടുണ്ടാവും. അപ്പം അതിനെ താങ്ങി നിർത്തുന്ന രീതിയിൽ നമ്മളൊരു സ്ട്രക്ചർ പണിത് കൊടുക്കും. ഊണ് കൊടുക്കുക അങ്ങനെയല്ല പറയാ, ഊങ്ങോ എന്താ പറയാ ഇതിനെ? ഊങ്ങ് കൊടുക്കാന്ന് പറയും. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയാം, ഊങ്ങ് കൊടുക്കാന്ന് പറയാം. അതായത് താങ്ങി നിർത്താനായിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. വാഴ വീഴാറായിട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വടി കൊണ്ട് ഇങ്ങനെ ഊങ്ങ് കൊടുക്കില്ലേ, ആ ഒരു സെയിം സാധനം തന്നെ നമ്മൾ സ്ട്രക്ചർ വൈസ് ചെയ്ത് കൊടുക്കും അതിന് വീഴാതിരിക്കാൻ. മനസ്സിലായോ? അതുപോലെ ഇപ്പോ അതെ, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു എക്സ്ട്രാ സപ്പോർട്ട്, ആ
ബിൽഡിങ് ഡിഫക്റ്റ് സംഭവിച്ച് പോവാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പഴയ ബിൽഡിങ്സ് വീഴാറാവുന്നിടത്താണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. അതായത് ടെമ്പററി സ്ട്രക്ചറൊക്കെ ആയിട്ട് പണിത് അതിങ്ങനെ വീഴാറായിട്ട് പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഊങ്ങി കൊടുക്കുക. അതിനാണ് ഷോറിംഗ് എന്ന് പറയുക. പിന്നെ ഫോംവർക്ക് നമ്മളിപ്പോൾ പറഞ്ഞു തട്ടടിക്കുക. അതായത് ഫ്രഷ് ആയിട്ടുള്ള കോൺക്രീറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്താം. ഫോംവർക്കും ഷട്ടറിംഗ് എന്നും പറയാറുണ്ട് കേട്ടോ. ഷട്ടറിംഗ് ആ ഫോംവർക്ക് ആൻഡ് മെയിൻലി ഫോംവർക്ക് എന്നാണ് ടെക്നിക്കൽ വേർഡ്. ഷട്ടറിംഗ് എന്നും പറയാറുണ്ട്. അടുത്തതാണ് ഷട്ടറിംഗ്. അടുത്ത എന്താ? അണ്ടർ പിന്നിങ് ആണ്. എന്താ സെന്ററിങ്ങോ? അടുത്ത നോക്കാം. ഓപ്ഷനിലുള്ളതാണ് അണ്ടർ പിന്നിങ്. എന്താണ് അണ്ടർ പിന്നിങ്? ആ പേരിൽ തന്നെ ഉണ്ട് അണ്ടർ പിന്നിങ്. അണ്ടർ പിന്നിങ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ ഈ ഫൗണ്ടേഷനിലൊക്കെ എന്ത് വരും? സെറ്റിൽമെൻറ്റ് സംഭവിക്കും. നമ്മൾ ഫൗണ്ടേഷൻ പറഞ്ഞാണ് സെറ്റിൽമെൻറ്റ് സംഭവിക്കുക. അങ്ങനെ സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? അടിയിൽ നമ്മൾ ഇതുപോലെ കോൺക്രീറ്റിങ് ചെയ്ത് കൊടുത്ത് ഒരു പില്ലർ കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. കണ്ടിട്ടുണ്ടോ? അതായത് ഫൗണ്ടേഷന് ഡാമേജ് സംഭവിക്കുമ്പോൾ, അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റിൽമെൻറ്റ് വരുന്ന സമയത്ത് ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? എക്സ്ട്രാ പില്ലറും ഫൗണ്ടേഷനും കോൺക്രീറ്റും നമ്മൾ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ പില്ലറായിട്ടായിരിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ടിങ് കോൺക്രീറ്റിംഗ് ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുക. അതിനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുക. അടിയിൽ കൊടുക്കുന്ന പിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ കണ്ടോ? കാണുന്നുണ്ടോ സ്ക്രീൻ? ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് നമ്മൾ അണ്ടർ പിന്നിങ് കൊടുക്കുക. കാണുന്നുണ്ടോ? കണ്ടോ? അതായത് ഇങ്ങനെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ജാക്കി പോലെ നമ്മൾ കൊടുക്കും, ഉയർത്തി നിർത്തി കൊടുക്കും സപ്പോർട്ടിങ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അണ്ടർ പിന്നിങ് എന്ന് പറയാ. കിട്ടിയില്ലേ? സ്റ്റീൽ കൊടുക്കാം, അതുപോലെ കോൺക്രീറ്റും കൊടുക്കാം. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ആ ഇതിൽ കോൺക്രീറ്റിംഗാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ രണ്ടാമത്തെ ഫിഗറിൽ കണ്ടോ? കുഞ്ഞൊരു ഫിഗർ. റേഞ്ച് ശരിയാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അണ്ടർ പിന്നിങ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാലിലും ഏതാണ്? ഫോംവർക്കാണ് എന്ത്? നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോൺക്രീറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തി സപ്പോർട്ട് ചെയ്ത് നിർത്താൻ യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? ഇത് അണ്ടർ സൈഡ് ഓഫ് എ റൂഫ് സ്ലാബ് ഈസ് ഡാഷ്. റൂഫ് സ്ലാബിൻ്റെ അണ്ടർ സൈഡ്, അതായത് താഴെയുള്ള സൈഡിൽ വരുന്നത് എന്താണ്? സീലിംഗ്, ലിൻറ്റൽ, കാർപ്പറ്റ് ആൻഡ് കോർണൈസ്. ഏതായിരിക്കും വരിക? ലിൻറ്റലല്ല, സീലിംഗ്, അതായത് റൂഫ് സ്ലാബിൻ്റെ താഴെ വരിക. ആൻസർ ആണോ പറഞ്ഞത്? ആ കാർപ്പറ്റോ പാരപ്പറ്റാണോ ഉദ്ദേശിച്ചത്? കോർണൈസ് എവിടെ വരിക?
കോർണൈസും കൊടുക്കും. കോർണൈസ് എവിടെയാ കുറച്ചും കൂടി വരിക? സീലിംഗിലാണ് വരിക അല്ലേ? സീലിംഗും മോളും കണക്ട് ചെയ്യണോടത്തല്ല കോർണൈസ് വരിക. കോർണൈസ് വരിക. അപ്പൊ ഏതായിരിക്കും? രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്താണ്? സീലിംഗ് ആണ് വരിക. സീലിംഗ് അല്ല കോർണൈസ് ആണ് വരിക. ഇനിയിപ്പോൾ അവരുടെ ആൻസർ കീ ഉണ്ട്, അപ്പോൾ അതിലും കൂടി നമുക്കൊന്നും കൂടി റെഫർ ചെയ്യാം. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. സീലിംഗ് തന്നെയല്ലേ പറയാ? കോർണൈസ് വരിക. സീലിംഗും വോളായിട്ടുള്ള കണക്ഷനിലാണ് കോർണൈസുകൾ വരിക അല്ലേ? കോർണൈസ് വരിക. അടുത്ത നോക്കിയാലോ? ദ ടേം used to denote the finishing of mortar joints in masonry is called dash. എന്താണ്? മേസൺറി ജോയിൻസിനെ ഫിനിഷിങ് ചെയ്യുന്നതിന് എന്താ പറയാന്ന്? പ്ലാസ്റ്ററിങ്, ഗ്രൗട്ടിങ്, ഗണിറ്റിങ്, പോയിന്റിങ്. പോയിന്റിങ് അല്ല വരിക. പ്ലാസ്റ്ററിങ് വിചാരിക്കരുത് കേട്ടോ. പ്ലാസ്റ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ലെയർ കൊടുക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മേസൺറി ജോയിൻസിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മേസൺറി ജോയിൻസിനെ കറക്റ്റ് ചെയ്യുന്നത് എന്താ? പോയിന്റിങ് ആണ്. ഞാനൊരു വട്ടം പോയിന്റിങ്ങിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫൗണ്ടേഷനിൽ നമ്മൾ പോയിന്റിങ് കൊടുക്കാറുണ്ട്, അല്ല ബേസ്മെന്റിൽ പോയിന്റിങ് കൊടുക്കാറുണ്ട്. അതുപോലെ വോളിൻ്റെ മേസൺറി ജോയിൻസിൽ അതന്നെ സെയിം. ഞാൻ പിക്ചർ അടക്കം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് നോക്കി. അടുത്തത് സർവേൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഒക്കെ വരുന്നത് സർവേൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കൊരു 14 ക്വസ്റ്റ്യൻ നമുക്ക് ട്രേഡ് ചെയ്യുന്ന വന്നിട്ടുള്ളത്. 14 ക്വസ്റ്റ്യൻ ട്രേഡ് ചെയ്യുന്നു. അതായത് ട്രേഡ് തിയറി പോർഷൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. ബാക്കി ഒരു 6 ക്വസ്റ്റ്യനാണ് നമുക്ക് സർവേന്ന് വരുന്നത്, സർവേൻ്റെ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് സർവേൻ്റെ ഭാഗത്ത് നോക്കാം കുറച്ചും കൂടി കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 6 ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയാലോ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിൽ ഇതുപോലെ 12 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 12 ക്വസ്റ്റ്യൻസിൽ 8 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നാലാണ് 40 മാർക്ക് കിട്ടുള്ളൂ. നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ആദ്യം എഴുതുന്ന 8 ക്വസ്റ്റ്യനെ മാർക്ക് തരുള്ളൂ. അത് അവര് നല്ലത് എഴുതിയിരിക്കുന്നത് ഏതാണെന്നൊന്നും നോക്കാൻ നിൽക്കില്ല. ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ഫസ്റ്റത്തെ 3 എണ്ണം പൊട്ട തെറ്റാണെങ്കിൽ ആദ്യത്തെ 5 എണ്ണം മാത്രമേ അവർ എടുക്കുള്ളൂ കേട്ടാ. അപ്പോൾ ഉറപ്പുള്ള 5 ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ നോട്ട്സ് എഴുതാൻ പറ്റും. നമുക്ക് അറിയുന്ന ടോപ്പിക്ക് ഏതാണ് 5 എണ്ണം എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ആ സെലക്റ്റീവ് ആയിട്ടുള്ളത് മാത്രം എഴുതുക കേട്ടാ. നമ്മൾ ബാക്കി എത്ര എഴുതിയാലും ഒരു ഫസ്റ്റത്തെ 5 എണ്ണത്തിനുള്ള മാർക്കേ തരുള്ളൂ. പാർട്ട് ബി പോർഷനിൽ നമ്മൾ ആദ്യം എഴുതുന്ന 5 ക്വസ്റ്റ്യന് മാത്രമേ അവർ മാർക്ക് തരുള്ളൂ. ഓക്കെ, അപ്പം നോക്കുക. റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്റ്റോൺ. ബിൽഡിംഗ് സ്റ്റോണിൻ്റെ പോർഷനിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഗുഡ് സ്റ്റോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം എടുത്ത ടോപ്പിക്കാണ് സ്റ്റോൺ. അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെയാണ്? ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, സീസണിങ് ചെയ്തിട്ടുണ്ടാവണം, പിന്നെ ഏതൊക്കെയാ? വാട്ടർ അബ്സോർപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 12 പോരെ 14 പോയിന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൽ നോക്കുക, പോയിന്റ്സ് എഴുതുക, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നതിന് എക്സ്പ്ലനേഷൻ കൂടി എഴുതാം. ഒരു 14 എണ്ണമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ടർ അബ്സോർപ്ഷൻ, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, സീസണിങ്ങിൻ്റെ കാര്യം എന്താ? അടുത്ത എന്താണ്? ഡിസ്ക്രൈബ് ദി മേജർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് സിമെൻറ്റ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. മേജർ ഇൻഗ്രീഡിയൻറ്റ് ഏതൊക്കെയാണെന്ന് എഴുതുക സിമെൻറ്റിൻ്റെ, അതിൻ്റെ ഫങ്ഷനും, അതായത് അതെന്താ ചെയ്യണേന്നും കൂടി ഉള്ളത്, അതെന്തിനാ യൂസ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സിമെന്റിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എത്രത്തോളം പെർസെന്റേജ് ഉണ്ടാവും പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? എന്താ ഇൻഗ്രീഡിയൻസ്, അതായത് എല്ലാ ഇൻഗ്രീഡിയൻസ് എഴുതണം. അതിന്റെ ഫങ്ഷൻസ് എഴുതണം. അതിന് എന്തിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അത് എത്ര പെർസെന്റേജ് യൂസ് ചെയ്യുന്നുണ്ട്, അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? അതെഴുതാം. അതാണ് അതിൻ്റെ ദെയർ ഫങ്ഷൻസ് ഒന്നും കൂടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് എഴുതും വേണം അതിൽ. അടുത്ത നോക്കി ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണെന്നും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എത്ര ടൈപ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരുന്നു. ആകെ ഒരു 4 പേരോ 3 പേരോ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു 3 പേരോ 4 പേരോ, ഐ തിങ്ക് ഒരു 19-ആം തീയതിയോ എങ്ങടാണ് ക്ലാസ് എടുത്തത്, 18-ഓ 19-ഓ. അപ്പോൾ അതിലാകെ ഒരു 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് ആ ടോപ്പിക് എടുത്ത് അവസാനിപ്പിച്ചതാണ്. ഓക്കെ, അടുത്തത് നോക്കുക. എക്സ്പ്ലെയിൻ വെൽ ഫൗണ്ടേഷൻ ആൻഡ് പൈൽ ഫൗണ്ടേഷൻ. നമ്മൾ ഫൗണ്ടേഷനിൽ എടുക്കാൻ പോകുന്നതാണ്. വെൽ ഫൗണ്ടേഷനും പൈൽ ഫൗണ്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിഗറൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എടുക്കാനുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എടുത്തു തരാം. അടുത്ത പോർഷൻ നോക്കാം. കമ്പയർ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ അത് ഒരുവിധം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മേസൺട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. കമ്പാരിസൺ ചോദിക്കുന്ന 2 ബോണ്ടുകളാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിൽ ഒരു പോയിന്റ് നമുക്കറിയാം, എന്താണ് സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് അല്ലേ? അപ്പോൾ ഫ്ലെമിഷിൽ നമുക്ക് എന്ത് പോയിന്റ് എഴുതാം? ഫ്ലെമിഷിൽ നമുക്ക് എന്ത് എഴുതാം? ഇംഗ്ലീഷ് ബോണ്ടിനെക്കാട്ടും സ്ട്രെങ്ത് കുറവാണ്, അങ്ങനെ എഴുതാം. അപ്പോൾ ഒരു പോയിന്റ് അതാണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി കൂടുതൽ ഉണ്ടാവുക ഏതാണ്? ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും. അത് നമുക്ക് എടുക്കുമ്പോൾ പറയാം. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ അറിയാണ്ട് അത് പറയലാവും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യലാവും. അപ്പോൾ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ക്വസ്റ്റ്യൻ വരെ പറഞ്ഞു? ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ടിൽ. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. എക്സ്പ്ലെയിൻ എനി 5 കമ്പോണൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ്. കമ്പോണൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതെന്തായാലും ചോദിക്കും. ഏതൊക്കെ എഴുതണം? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു തന്നത് വാള്, റൂഫ്, ഫ്ലോറ്, പാരപ്പറ്റ്, ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, അതൊക്കെ പെടും. അതിലൊരു 5 എണ്ണം എക്സ്പ്ലെയിൻ എനി 5 കമ്പോണൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം? നമുക്കറിയാവുന്ന ഒരു 5 കമ്പോണൻറ്റ് പാർട്സ് എഴുതണം. അതിനുശേഷം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ 5 കമ്പോണൻറ്റ് പാർട്സ് എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു കമ്പോണൻറ്റ് പാർട്സിന് 1 മാർക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു കമ്പോണൻറ്റ് പാർട്ടിന് 1 മാർക്ക് വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പോൾ അതിനുള്ളത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എവിടെ ലൊക്കേറ്റ് ചെയ്ത്, ഇപ്പോൾ ഫൗണ്ടേഷനെ പറയണമെന്ന് വെച്ചാൽ എന്ത് പറയാം? ബോട്ടം മോസ്റ്റ് പോർഷൻ ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ അതല്ല ബോട്ടത്തിലുള്ള പോർഷനാണ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അതൊരു ഒറ്റ പോയിന്റ് എഴുതാം. പിന്നെ എന്ത് എഴുതാം? ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ എന്താണ്? ലോഡ് ട്രാൻസ്ഫർ ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് അല്ല, സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത്ര മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് 1 മാർക്കായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അറിയുകയാണെങ്കിൽ മാത്രം എഴുതുക അതിനെക്കുറിച്ച്.
പിന്നെ ആദ്യം തന്നെ എഴുതുമ്പോൾ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എഴുതാതിരിക്കുക. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന പോയിൻറ്സും കാര്യങ്ങളും ഉള്ളത് മാത്രം എഴുതാം. ഇപ്പോൾ ആദ്യം ഇപ്പോൾ താഴത്തുനിന്ന് തന്നെ തുടങ്ങണം അല്ലെങ്കിൽ മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ആണ് അവർ ചോദിച്ചിട്ടുള്ളത് അല്ലേ. എക്സ്പ്ലെയിൻ എനി 5 ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ സൂപ്പർ സ്ട്രക്ചറിലുള്ളത് തന്നെ എഴുതണം അല്ലെങ്കിൽ സബ് സ്ട്രക്ചറിലുള്ളത് തന്നെ എഴുതണം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവർക്കതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. അതായത് ഇപ്പോൾ ഫൗണ്ടേഷൻ തുടങ്ങി മുകളിലേക്ക് എഴുതണവരുണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ആലോചിച്ചിട്ട്. അതിനും നല്ലത് നമുക്കറിയുന്ന പോയിൻറ്റ്സ് എഴുതലാണ്. മനസ്സിലായോ? എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ നടുക്കിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ഫ്ലോറിൻ്റെ എഴുതാം. ചിലപ്പോൾ റൂഫിൻ്റെ ആണെങ്കിൽ റൂഫിൻ്റെ എഴുതാം. ചിലപ്പോൾ ഫൗണ്ടേഷൻ ആയിരിക്കും കൂടുതൽ അറിയുന്നവരുണ്ടായിരിക്കുക. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുത്തു തന്ന ഓർഡറിലും എഴുതണം എന്ന് നിർബന്ധമില്ല ഈ കാര്യങ്ങളിലൊന്നും. ഓക്കെ, എനി 5 പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഏതെങ്കിലും 5 എണ്ണം. അടുത്ത എന്താ വരുന്നത്? ഡിസ്ക്രൈബ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാസ്റ്ററിങ്. നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ എന്തിനാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന് അറിയോ? ചുമരിൽ വെള്ളം കുടിക്കാതിരിക്കാൻ. ചുമര് വെള്ളം കുടിക്കാതിരിക്കാൻ. പിന്നെ സർഫസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഫിനിഷിംഗ് ലെയർ ആയിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യും. പിന്നെന്താണ്? സ്റ്റെയിൻ ഒന്നും ആവാതിരിക്കാനായിട്ട്. അതുപോലെ മേസൺട്രി വാളിന് സ്ട്രെങ്ത് കൊടുക്കാൻ അല്ലേ? മേസൺട്രി വാളിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ളതാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കേസിൽ വരുന്നത്. അടുത്ത എന്താണ്? കമ്പയർ ഷോറിങ് ആൻഡ് സ്കഫോൾഡിങ്. ഷോറിങ്ങും സ്കഫോൾഡിങ്ങും കമ്പയർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ. ഷോറിങ് എന്താണെന്നുള്ളതും സ്കഫോൾഡിങ് എന്താണെന്നുള്ളതും. ഷോറിങ് എന്താണ്? നമുക്കൊരു ടെമ്പററി സ്ട്രക്ചറായിട്ട് കൂട്ടാൻ പറ്റില്ല. നമുക്ക് സ്ഥിരം വേണമെങ്കിൽ അവിടെ നിർത്താം അതിനെ അല്ലേ? ഷോറിങ് അതായത് ഊണ് കൊടുക്കൽ സ്ഥിരം നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. സ്കഫോൾഡിങ് എന്താണ്? നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ പൊളിച്ച് കളയും അല്ലേ? ഒരു ടെമ്പററി സ്ട്രക്ചറാണ് സ്കഫോൾഡിങ് വരുന്നത്. ഷോറിങ് അതുപോലെയല്ല. ഷോറിങ് വേണമെങ്കിൽ നമുക്ക് എത്ര നാൾ നിലനിർത്തണമെങ്കിൽ നിലനിർത്താം. അതൊരു കാര്യമാണ്. പിന്നെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതും അതിൻ്റെ പർപ്പസസ് എന്താണെന്നുള്ളതാണ്. ഒരെണ്ണം എന്തിനാണ്? ഒരു നമുക്ക് കയറി നിൽക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരെണ്ണം എന്താണ്? സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ് എന്ത്? ഷോറിങ് അല്ലേ? അതുപോലെ ഷോറിങ്ങിന് എന്ത് വേണം? ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ വേണം അല്ലേ? ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തം ലോഡ് ചിലപ്പോൾ താങ്ങേണ്ടി വരും ഫൗണ്ടേഷൻ്റെ പോലെ തന്നെ. പക്ഷേ സ്കഫോൾഡിങ്ങിന് അതിൻ്റെ ആവശ്യം വരില്ല. ജസ്റ്റ് ഒരാൾക്കോ രണ്ടാൾക്കോ കയറി നിൽക്കാനായിട്ടുള്ള സേഫ്റ്റി മതി അല്ലേ? അങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അത് നമ്മൾ ആ പോർഷൻസ് എടുക്കുമ്പോൾ പറയാം. ഇപ്പം തന്നെ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? അടുത്ത നോക്കാം പോയിന്റ്. ഇപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടി. ക്യാരക്ടേഴ്സ് ഓഫ് ഗുഡ് സ്റ്റോണ്, അതുപോലെ സിമെൻറ്റിൻ്റെയും അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയും നോട്ട് ഞാൻ തന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ കമ്പോണൻസ് ഓഫ് ബിൽഡിങ്, അതുപോലെ പ്ലാസ്റ്ററിങ്ങിൻ്റെയും. അപ്പം തന്നെ 5 ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ നോക്കുക, അടുത്തത് നോക്കാം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയേഴ്സ്. സ്റ്റെയേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സ്റ്റെയറുകൾ ഏതൊക്കെ അറിയാം? സ്പൈറൽ ഒരു ടൈപ്പാണ്. നോർമൽ നമ്മൾ പറയുക എന്താണ്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. പിന്നെ ഹാഫ് ടേൺ സ്റ്റെയർ പറയും. പിന്നെ 3/4 പറയും. 3 ടേൺ പറയും. യു ടൈപ്പ് ഉണ്ട്. അതുപോലെ എന്തുണ്ട്? ടി ടൈപ്പ് ഉണ്ട്. ടി മോഡൽ വരുന്നത്. അതിന് ഒരു എക്സ്ട്രാ പേരും കൂടിയും പറയും. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നു. സ്റ്റെയറിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെയർ ചെയ്യാം അതും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ?
സ്റ്റെയറിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് മെയിൻലി നമ്മൾ വുഡിൽ ചെയ്യാറുണ്ട്, കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. ചെറിയതൊക്കെ ആണെങ്കിൽ നോർമൽ കുഞ്ഞ് സ്റ്റെയറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ കോൺക്രീറ്റ്, പിന്നെ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, സ്റ്റീലിൻ്റെ ചെയ്യും, ഗ്ലാസിൻ്റെ ചെയ്യും അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പോൾ രണ്ടും ചോദിക്കാം, മെറ്റീരിയൽസിൽ ഏതൊക്കെ യൂസ് ചെയ്യണമെന്ന് ചോദിക്കാം, ഏതൊക്കെ ടൈപ്സ് ആണുള്ളതെന്ന് ചോദിക്കാം. മനസ്സിലായോ? സ്റ്റെയർസിൽ എടുക്കാനും ഉണ്ട്, നിങ്ങൾക്ക് 3 ടൈപ്പ് സ്റ്റെയർ വരയ്ക്കാനും ഉണ്ട് സിവിലിൻ്റെ ഡ്രോയിങ്സിൽ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ വരും അതിനെക്കുറിച്ച് എഴുതാനായിട്ട്. അടുത്ത സർവേൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി 3 ക്വസ്റ്റ്യൻസ് വരുന്നത് സർവേൻ്റെ ആണ് കേട്ടോ. 9 ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ്റെ ബേസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കമ്പോണൻസ് അതിലാണ് വന്നിട്ടുള്ളത്. ബാക്കി ഒരു 3 ക്വസ്റ്റ്യനാണ് എന്തിൽ വന്നിട്ടുള്ളത്? സർവേയിങ് തിയറിയിൽ വന്നിട്ടുള്ളത്. എന്താണ് വരുന്നത്? ഡിസ്ക്രൈബ് റേഡിയേഷൻ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ റേഡിയേഷൻ മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് റേഡിയേഷൻ മെത്തേഡ്. അത് നമുക്ക് സർവേ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിക്കുകയും ചെയ്യും കേട്ടോ അത്. ഓക്കെ, സർവേൻ്റെ ഞാൻ കൂടുതൽ പറയാത്തത് നിങ്ങൾക്ക് എടുക്കാത്തതുകൊണ്ടാണ്. എന്താ വെച്ചാൽ പറയാൻ വന്നേ? അടുത്തത് നോക്കാം. ഡിഫൈൻ ലോക്കൽ അട്രാക്ഷൻ, എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതും സർവേയിൽ വരുന്നതാണ്. ലോക്കൽ അട്രാക്ഷൻ എങ്ങനെ മാറ്റാമെന്നുള്ളത്, ലോക്കൽ അട്രാക്ഷൻ എന്താണെന്നുള്ളത് അതും നിങ്ങൾക്ക് സർവേയിങ് എടുത്താലേ മനസ്സിലാവുള്ളൂ. അടുത്ത എന്താണ്? ലെവലിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാത്തിലും ഉണ്ടാവും. ക്വസ്റ്റ്യൻ എല്ലാത്തിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലെവലിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ലെവലിങ്ങിൽ ആകെ നമുക്ക് 2 മെത്തേഡാണുള്ളത്, അല്ല 2 സർവേയിങ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ ലെവലിങ്ങും മറ്റൊന്ന് ഡിഫറൻഷ്യൽ ലെവലിങ്ങിലും. ഇത് രണ്ടും ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡുകളുണ്ട്. ഒന്ന് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും ഒന്ന് റൈസ് ആൻഡ് ഫോൾ മെത്തേഡും. ഇതിലേതെങ്കിലും ഒരു മെത്തേഡായിരിക്കും നമുക്ക് ചോദിക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെക്സ്റ്റിൽ നിന്നുള്ള, അതായത് മോഡൽ തന്നിട്ടുള്ള ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനും ഉണ്ട്. ഇത് ലെവലിങ്ങിൽ നിങ്ങൾക്ക് വരുന്നത് ചെയിന്, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവല്, ഈ 4 വരുന്നുള്ളൂ. നോക്കുക. ദ ഫോളോയിങ് കോൺസിക്യൂട്ടീവ് റീഡിങ്സ് വെർ ടേക്കൺ ഇൻ എ ഡംബി ലെവൽ. ഡംബി ലെവൽ എന്താ? നമ്മൾ ലെവലിംഗ് കണ്ടുപിടിക്കില്ലേ, ഒരു ലാൻഡിൻ്റെ ലെവൽസ് കണ്ടുപിടിക്കാനാണ് ഡംബി ലെവൽ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുക. വേറെ ലെവലുണ്ട്, ടിൽറ്റിംഗ് ലെവലുണ്ട്, ഓട്ടോ ലെവലുണ്ട്, അങ്ങനെ ലെവലിംഗ് കണ്ടുപിടിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് കുറച്ചുണ്ട്. നമ്മൾ യൂസ് ചെയ്യുക ഡംബി ലെവലാണ്. ലെവലിങ്ങിന് ഏത് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുക? ഡംപി ലെവൽ, DUMPY, ഡംപി ലെവൽ കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സ് തരും, അത് വെച്ചിട്ട് നമ്മളൊരു ടേബിൾ വരയ്ക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. എല്ലാ പോയിന്റിലും റെഡ്യൂസ് ലെവൽസ് കണ്ടുപിടിക്കണം. റീഡിങ്സ് നമ്മൾ തന്നിട്ടുണ്ടോ? ഇത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യും. ലെവലിങ്ങിൽ സിമ്പിൾ ലെവലിങ്ങും ചെയ്യും, ഡിഫറൻഷ്യൽ ലെവലിങ്ങും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. എനിക്ക് പറയുകയാണെങ്കിൽ ലെവലിങ്ങിൻ്റെ ഈ പ്രോബ്ലം വിടാതെ ചെയ്യണം കേട്ടോ. നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. പേടിക്കാനായിട്ടുള്ളതൊന്നുമില്ല. പേടിയുണ്ടോ ആർക്കെങ്കിലും? ആ, നമ്മളിപ്പോൾ എടുത്ത പോർഷന് തന്നെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ളതായിട്ടുണ്ട്. ഇനി സർവേയും കൂടി നോക്കുമ്പോൾ നമുക്കാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലല്ല ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ, അല്ലാതെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നില്ലല്ലോ. ഈ റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ.
നമുക്ക് അതുപോലെ തന്നെ വേറെ മാത്സ് ആൻഡ് സയൻസിൻ്റെ ഒരെണ്ണോട് കാണിക്കും. ഏയ് ടഫൊന്നുമില്ല. നോക്കിയാൽ മാത്സ് ആൻഡ് സയൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 1/2 + 1/4 + 1/8 ഈസ്. അതായത് 3 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? 3ൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സാണ് വന്നേക്കണം. എന്ത് ചെയ്യും? ആദ്യം ആദ്യത്തെ 2 ആഡ് ചെയ്യും, പിന്നെ അടുത്ത ഫ്രാക്ഷൻ ആഡ് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാം? മറന്നുപോയോ ആദ്യം എടുത്ത കാരണം? നോക്കിയാൽ അടുത്തത് നോക്കിയേ. ദ റേഷ്യോ ഓഫ് 60 സെൻറ്റിമീറ്റർ ടു 1.2 മീറ്റർ ഈസ്. 60 സെൻറ്റിമീറ്ററും 1.2 മീറ്ററും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 60 സെൻറ്റിമീറ്റർ മറ്റേത് 1.2 മീറ്റർ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്ത് വരും? 120 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടും കൂടി വെട്ടിക്കളയുമ്പോൾ എന്ത് വരും? 1:2 വരും അല്ലേ? ആ, അതാണ് അതിൻ്റെ റേഷ്യോ വരിക. അത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സി ആണ് ഓപ്ഷൻ, 1:2. സുഖല്ലേ? അടുത്ത നോക്കുക. ഇഫ് x ഈസ് ടു 8 ഈസ് ടു 15 ഈസ് ടു 40. എന്താണ്? a ഈസ് ടു b ആണെങ്കിൽ എന്ത് വരും? a ഈസ് ടു b ഈസ് ടു c ഈസ് ടു d ആണെങ്കിൽ a ഈസ് ടു c ആൻഡ് b ഈസ് ടു d വരും. പഠിച്ചിട്ടില്ല ഇക്വേഷൻ? റേഷ്യോയില് a ഈസ് ടു b ഈസ് ടു c ഈസ് ടു d ആണെങ്കിൽ എന്ത് വരും ഇക്വേഷൻ? a ഈസ് ടു c ഈക്വൽ ടു b ഈസ് ടു d വരും. അതിൽ ഇട്ട് കൊടുക്കുക, നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 3 ആൻഡ് z ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എക്സ് 2ഉം y 3ഉം z 5 ആണെങ്കിൽ 3x + 2y - z എത്രയായിരിക്കുന്നത്? ഇത് ഓൾജിബ്രയിൽ വരുന്നതാണ്. ആ പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല. ഓൾജിബ്രയും ട്രിഗണോമെട്രിയും നമുക്ക് ഇനി എടുക്കാനുള്ളത് കേട്ടോ. മാത്സിൽ ഓൾജിബ്ര എടുക്കാനുണ്ട്, ട്രിഗണോമെട്രി എടുക്കാനുണ്ട്. ഓൾജിബ്രയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരിക. എക്സിനും വൈക്കും വാല്യൂ തന്നിട്ടുണ്ടാവും, അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് ആൻസർ കിട്ടുകയെന്നുള്ളത്. ഓൾജിബ്ര അറിയുന്നതല്ലേ? ആ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യന് ഓൾജിബ്രയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. x + 1² = 36. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. അത് ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കാം. അടുത്ത് നോക്കിയാൽ വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് സൈഡ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ. ഒരു ക്യൂബ്, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും വരിക വോളിയം? വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ ക്യൂബ് ആയതുകൊണ്ട് 3ഉം സെയിം ആയിരിക്കും. 5 സെൻറ്റിമീറ്റർ തന്നെ വരിക. അപ്പോൾ 5 × 5 × 5 എത്ര വരും? 5 × 5 25, 25 × 5 125 അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ ആണോ വരിക, ക്യൂബാണോ വരിക? 2 125 കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്വയറും ഒന്ന് ക്യൂബാ. ഏത് വരും? ക്യൂബ്. വോളിയം എപ്പോഴും ക്യൂബിലായിരിക്കും. ഏരിയ വരുമ്പോഴാണ് സ്ക്വയറിൽ വരിക. അടുത്ത നോക്കിയത് ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ടു ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? 2 πr അല്ലേ? 2 πr. 2 × അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ടു ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ്. സർക്കംഫറൻസും ഡയാമീറ്ററും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചിട്ടുള്ളത് എന്തായിരിക്കും? 22. ഇത് ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ.
22 ഡിവൈഡഡ് ബൈ, അതായത് നോക്കിയേ 22 ഡിവൈഡഡ് ബൈ 7ഉം 3.14ഉം ഒരെണ്ണം പയ്യും, പിന്നെ 3ഉം സെയിം അല്ല വരിക അല്ലേ? 3.14ഉം 22 ഡിവൈഡഡ് ബൈ 7ഉം പൈ എന്ന് പറയുന്നത് സെയിം അല്ല വരിക. ആ, അപ്പോൾ അത് ആൻസർ കീയിൽ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ആൻസർ ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആയിരിക്കാം. അടുത്തത് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അടുത്തതും ട്രിഗണോമെട്രിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സില്ല. ദ ഡിഗ്രി മെഷേർഡ് ഓഫ് π/4 റേഡിയൻ. π/4 റേഡിയൻ. പൈ റേഡിയൻ എന്ന് വെച്ചാൽ എത്രയാ? പൈ റേഡിയൻ എത്ര ഡിഗ്രിയാ? പൈ റേഡിയൻ എന്ന് വെച്ചാൽ 180. 360 ആണോ പൈ റേഡിയൻ? പൈ റേഡിയൻ എന്താ? 180. പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ π/4 വരുന്നുണ്ട്. അതായത് 180 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 180നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എത്ര വരും? 45. 45ൽ അതായത് നാലാമത്തെ ഓപ്ഷൻ 45 ആണ്. അപ്പോൾ 45 ആയിരിക്കും വരിക. അടുത്ത് നോക്കിയേ, 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000. ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ഗ്രാം, സെക്കൻഡ്, നൺ ഓഫ് ദി എബോവ്. ഏതാ? മീറ്റർ. ഡിസ്റ്റൻസ് മീറ്ററിൽ പറയാം. സിമ്പിൾ അല്ലേ? അടുത്തത് മാസ് പെർ വോളിയം ഈസ് കോൾഡ്. മാസ് ബൈ വോളിയം എന്താ? മാസ് ബൈ വോളിയം എന്താ? മാസ് ബൈ വോളിയം ഡെൻസിറ്റി. മറന്ന സയൻസ് ഒക്കെ എടുത്തത് എന്താ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ കിട്ടാം. ആ, മാസ് പെർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നാണ് മീനിങ്. എന്തിൻ്റെ ഇക്വേഷനാണ് മാസ് ബൈ വോളിയം? ഡെൻസിറ്റി കേട്ടോ. അതായത് പിന്നെ വരുന്നത് പ്രഷർ, എനർജി, വർക്കാണ് വരുന്നത്. ഇത് മൂന്നും മാസും വോളിയായിട്ട് ബന്ധമില്ല, വോളിയായിട്ട് ബന്ധം വരുന്നതല്ല. ഓക്കെ, അപ്പം അങ്ങനെ ഡെൻസിറ്റി അങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത എന്താ? യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ഡാഷ്. എന്താ വർക്കിൻ്റെ യൂണിറ്റ്? ജൂൾ. ആരാ ചോദിച്ചേ? സൗണ്ട് പെട്ടെന്ന് ക്ലിയർ ആയില്ല. അടുത്ത നോക്കിയേ, വെലോസിറ്റി ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി എന്താ? റേറ്റ് ഓഫ് വെലോസിറ്റി നമ്മൾ എടുത്തിട്ടില്ല അല്ലേ? വെലോസിറ്റി എടുത്തോ? എടുത്തായിരുന്നോ? എടുത്തു അല്ലേ? ഓർമ്മ വരുന്നില്ല, ഞാൻ തന്നെ മറന്നു. വെലോസിറ്റി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത എന്താ? കെൽവിൻ ഈസ് ദി യൂണിറ്റ് ഓഫ്, എന്തിൻ്റെ യൂണിറ്റാണ് കെൽവിൻ? പ്രഷർ, ഹീറ്റ്, ടെമ്പറേച്ചർ, സ്പീഡ്. ഏതാ പറയൂ? എന്തിൻ്റെ യൂണിറ്റാ? ടെമ്പറേച്ചർ തന്നെയാണോ? ഉറപ്പിച്ചാ? ടെമ്പറേച്ചർ തന്നെയാ. അടുത്തത്, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അളക്കാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇൻസ്ട്രുമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ വീഴരുത്. ഡിഗ്രി സെൽഷ്യസ് യൂണിറ്റ് ആണ്. ഇൻസ്ട്രുമെന്റാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ? സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ,
കലോറിമീറ്റർ, ഡിഗ്രി സെൽഷ്യസ്. ഏതാണ്? തെർമോമീറ്റർ. ക്ലിയർ അല്ലേ? പനി നോക്കുന്ന ഇൻസ്ട്രുമെന്റ്. ആ അതന്നെ, അത് ഓർമ്മ വന്നാൽ മതി. പനി വരുമ്പോൾ ചൂടാവും, അപ്പോൾ ടെമ്പറേച്ചർ നോക്കുന്നത് തെർമോമീറ്റർ. അടുത്ത എന്താ? എ സി സ്റ്റാൻഡ്സ് ഫോർ. എ സി എന്താ? നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, റെക്കോർഡർ ക്ലാസ് കിട്ടിയില്ലോ? ബേസിക് ഇലക്ട്രിസിറ്റിയുടെ 3 ക്ലാസ് റെക്കോർഡർ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അത് എടുത്തു തരാം, ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ. എ സി എന്താ? എ സി എന്താ? ഡി സി എന്താ? ഡി സി ഡൈനാമിക്കോ? ഡി സി എന്താ? ഡി സി എന്താ? എന്താ? ഡയറക്റ്റ് കറണ്ട്. എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡി സി ഡയറക്റ്റ് കറണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ്. കറണ്ടിന്റെ യൂണിറ്റ് വാട്ട്സ്. എന്തിൻ്റെയാ? കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. അടുത്തത് ഒരു പ്രോബ്ലം ആണ്, അത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ പ്രോബ്ലം ആണ്, അത് അതിലെടുക്കാം കേട്ടോ. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയാണ് മാത്സ് ആൻഡ് സയൻസിൽ വരുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൽ നിന്ന് സയൻസിൽ നിന്ന് മിക്സ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അടുത്ത എന്താണ്? പാർട്ട് ബി. വൈൻഡപ്പ് ചെയ്യാറായോ? ഇവിടെ 9:40. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 numbers are in the ratio 3:4. If their sum is 77, find the numbers. 2 നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. അവ തമ്മിൽ കൂട്ടിയാൽ 77 കിട്ടും. അപ്പോൾ നമ്പേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, അത് റേഷ്യോയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. അടുത്ത എന്താണ്? ദ സം ഓഫ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഹാഫ് ഈസ് 63. ഫൈൻഡ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് സിമ്പിളി ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. മാത്സിൻ്റെ ക്ലാസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ എടുത്ത പോർഷനിൽ വരുന്നത് സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ട് സർക്കംഫറൻസ് ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? πr² 2πr വെച്ചിട്ട് ആ പ്രോബ്ലം ചെയ്യാം. ഏരിയയും സർക്കംഫറൻസും കണ്ടുപിടിക്കാൻ. 5 മാർക്ക് കേട്ടോ. പിന്നെ ട്രിഗണോമെട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കിയാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്തെഴുതും? സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചല്ല എന്തെഴുതുക? സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചല്ല എന്തെഴുതുക? സയൻസിലെ ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെ സിസ്റ്റം ഉണ്ട്? SI യൂണിറ്റ്, പിന്നെന്താ? CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം ഇല്ലേ? മറന്നോ? അതെഴുതാട്ടോ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ. പിന്നെന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസ് ആൻഡ് വെയിറ്റിൻ്റെ ഡിഫറൻസ് എടുത്തന്നില്ലേ? മാസിൻ്റെ ഡെഫിനിഷൻ എഴുതുക, വെയിറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതുക. തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു ടേബിൾ വരച്ചിട്ട് ഒരു 5 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്.
അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് വെലോസിറ്റി, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഈ ഡിഫറൻസ് കോമൺലി ചോദിക്കുന്ന 3 ഡിഫറൻസുകളാണ്. അടുത്തെന്താണ്? സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്നുള്ളത്. അടുത്തെന്താണ്? ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നോക്കാന്നുള്ളത്. ബേസിക് ഇലക്ട്രിസിറ്റിയുടെ റെക്കോർഡർ ക്ലാസ് കേൾക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും ഇതാവും. ഞാൻ ഒന്നും കൂടി എടുത്തു തരാം. ബേസിക് ഇലക്ട്രിസിറ്റി അത് ഞാൻ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന്, അതായത് അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ് റെക്കോർഡർ ക്ലാസ് ഇട്ട് തന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കലിൻ്റെ സാറിൻ്റെ റെക്കോർഡർ ക്ലാസ്സാണ്. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അതുകൊണ്ടാണ് സാറിൻ്റെ ക്ലാസ് ഞാൻ തന്നത്, ഇലക്ട്രിക്കലിൻ്റെ പോർഷൻ ആയതുകൊണ്ട് കേട്ടോ. ഇലക്ട്രിക്കലിൻ്റെ സാറാണ് അത്, സഹദ് സാറാണ്. അന്ന് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റത്തെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് സഹദ് സാറായിരുന്നു. സഹദ് സാറിൻ്റെ ക്ലാസ്സാണ് അത്. സാറ് നന്നായിട്ട് എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്, അതായത് ബേസിക് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് സാറ് ഇലക്ട്രിക്കൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് സാറ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ആ ക്ലാസ്. അതുകൊണ്ടാണ് അത് അയച്ചു തന്നത്. നമുക്ക് ഒന്നുകൂടി ആ ക്ലാസ് എടുക്കാം. ഞാനൊന്നുകൂടി എടുത്ത് തരാമെന്നല്ല, ഒന്നും കൂടി ഓവറോൾ നമുക്കൊന്ന് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോവാം. ഗ്രൂപ്പിൽ ഒന്നുകൂടെ ഫോർവേഡ് ചെയ്താൽ നല്ലതായിരുന്നു. അപ്പോൾ എൻ്റെ നിന്ന് ഫോൺ മൊത്തം ഫോർമാറ്റ് ആയതുകൊണ്ട് അത് പോയിട്ടുണ്ട്. പക്ഷെ ആരട്ടെങ്കിലും തപ്പിക്കഴിഞ്ഞാൽ അത് കിട്ടും. ലിങ്കുകൾ, റെക്കോർഡ് ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കിട്ടും. അപ്പോൾ ഞാൻ നോക്കട്ടെ, ആരുടെ അടുത്ത് ചോദിച്ചിട്ട് അയച്ചു തരാം, അല്ലെങ്കിൽ സാറിൻ്റെ തന്നെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ ഒരു സ്റ്റാൻഡേർഡിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. സിമ്പിളാണേ. അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ കൂടി ഉണ്ട്. ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇല്ലേ, ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഷെയർ ചെയ്ത് തരാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൂടി ഉണ്ട്. മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. അതിൻ്റെ ട്രേഡിൻ്റെ ഒക്കെ ആണെങ്കിൽ ആൻസർ കീയും കൂടി ഉണ്ട്, അതുകൂടി അയച്ചു തരാൻ നോക്കാം. ഓക്കെ.